മാങ്ങ മോരുകറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് പാത്രം ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അതൊഴിച്ച ശേഷം ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ സവാള, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇടാം. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി വഴറ്റാം. എല്ലാം നന്നായി വഴന്നു വന്ന ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം പൊടികളായ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മാങ്ങയും കുറച്ച് വെള്ളവും ചേർക്കാം. എന്നിട്ട് മാങ്ങ ഒന്ന് വേവിക്കാം. ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ മാങ്ങ കുറച്ച് സമയത്തിന് ശേഷം വെന്ത് വരും. അങ്ങനെ വെന്ത് വന്നതിന് ശേഷം തേങ്ങയും തൈരും കൂടി മിക്സിയിൽ അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തൈരും കൂടി തേങ്ങയുടെ ഒപ്പം അടിക്കുന്നത് തൈരിൽ കട്ടകൾ ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. അതേ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ചാറിനായിട്ട് കറിയിലേക്ക് ഒഴിക്കാം. എല്ലാം ഒന്ന് ഇളക്കാം. നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇതിൽ തിള വരാനായിട്ട് പാടില്ല. തിള വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് പോവും. അങ്ങനെ അടിപൊളിയായിട്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ മാങ്ങാക്കറി റെഡിയായി.